ചാനൽ. ഇന്ന് നമ്മളിതാ സ്റ്റുഡിയോയിലാണ് തോന്നുന്നത്. അപ്പോൾ മലപ്പുറത്തുള്ള സ്റ്റുഡിയോയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇത് കിഴക്കേത്തല വന്നു കഴിഞ്ഞാൽ വേങ്ങര റോഡിനാണ് നമ്മുടെ ഈ സ്റ്റുഡിയോ ഉള്ളത്. ഓണത്തിനുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. പക്ഷെ ഓണം ബേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ കസവായിട്ടുള്ള സംഭവമില്ല, അതൊന്നുമില്ല. ഓണത്തിനുള്ള പുതിയ ഐറ്റംസാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ആദ്യം തന്നെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഇതിൽ കാണാൻ കഴിയുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഒരുപാട് ടോപ്പുകളുണ്ട്, നല്ല കളർഫുള്ളാണ്, പുതിയ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. ഞാൻ മുന്നേ വന്നപ്പോൾ ഇത്രയ്ക്കും ഉണ്ടായിരുന്നില്ല, അപ്പം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പം ഞാൻ എന്തായാലും റേറ്റ് നോക്കിയപ്പോൾ ഒക്കെ ഒരു മീഡിയം ലെവലിലാണ് റേറ്റ് ഉള്ളത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവണ രീതിയിലാണ് ഡ്രസ്സ് ഉള്ളത്. ഞാൻ എന്തായാലും ഏതെടുക്കണം എന്ന് നോക്കട്ടെ. പിന്നെ കണ്ണാടി കണ്ടാൽ പിന്നെ നമ്മൾ എന്തായാലും ഒരു ഫോട്ടോ എടുത്ത് പോവുമല്ലോ. പിന്നെ ഈ ഒരു ഷോർട്ട് ടോപ്പ് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി അത്. പക്ഷേ ഞാൻ അങ്ങനത്തെ യൂസ് ചെയ്യാറില്ല തൽക്കാലം. ഇപ്പം ഞാനത് എടുക്കുന്നില്ല, പിന്നീട് ഒരിക്കൽ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പിന്നെ ഇവിടെ ഒരുപാട് വീണ്ടും ഞാൻ വേറൊരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്കുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും മേലേക്ക് പോയി നോക്കാം. ഇപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. എനിക്ക് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എടുക്കാം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. കഴിഞ്ഞ വർഷം എനിക്കൊരു പട്ടുപാവാടല്ല ധാവണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓണം ബേസ്ഡായിട്ടുള്ള ഡ്രസ്സൊന്നും എടുക്കണില്ല. സാധാരണ ഒരു ചുരിദാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പോ അങ്ങനെ എന്തെങ്കിലും എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചപ്പലിൻ്റെ ഏരിയയിലാണ്. ഒരുപാട് വെറൈറ്റി ഇവിടെയുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. നല്ല ഓവറായിട്ടുള്ള ഒരു ഡിസൈനൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിപ്പോൾ മേടിച്ചിട്ട് എനിക്ക് ആർക്കും കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ നമുക്ക് അതിൻ്റെ ഡിസൈനൊക്കെ കാണുമ്പോൾ എന്തായാലും വാങ്ങിക്കാൻ തോന്നും. ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ ഡ്രസ്സായാലും ഇപ്പോൾ ചെരുപ്പൊക്കെ ആയാലും കൂടുതൽ റേറ്റുള്ളതൊന്നും വാങ്ങാറില്ല. നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞതുമാണ് കേട്ടോ ഞാൻ വാങ്ങാറുള്ളത്. ഇപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഫുൾ ഏരിയ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടിയും കാണിക്കാനുണ്ട്. ഈ ഒരു ഡ്രസ്സൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഭാഗം കൂടി നമുക്ക് കാണാം. ഇനി കാണാനുള്ളത് ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് തന്നെയാണ്. വീണ്ടും ഞാനൊരു വേറൊരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്, നടന്നൊരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡ്രസ്സൊക്കെ കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ മലപ്പുറത്ത് വരുമ്പോൾ എന്തായാലും സ്റ്റുഡിയോ ഒക്കെ ഒന്ന് സന്ദർശിക്കുക ഗൈസ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വാങ്ങാമല്ലോ. ഒരു ചപ്പലാണ് ഗൈസ്, ഒരു റഫ് ടൈപ്പ്. ഇതിന് എത്ര റേറ്റ് നോട്ടെ? 199 രൂപ. അപ്പോൾ അതാ നമ്മൾ സ്റ്റുഡിയോൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ഇവിടെ ഈ സെക്ഷനിൽ എന്താ പറയുക, ചപ്പൽസ്, പിന്നെ ഇവിടെ ചെറിയ കുട്ടികൾക്കൊക്കെയുള്ള ഡ്രസ്സ്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ജെൻസിനുള്ള എല്ലാ സെക്ഷനും ഉണ്ട് കേട്ടോ. പാൻസ്, ഷർട്ട്, ടീഷർട്ട് തുടങ്ങിയവ. സ്റ്റുഡിയോൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റോഡിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. ഇത് നമ്മുടെ ഓർക്കിഡ് ഹോസ്പിറ്റലാണ് ഫ്രണ്ടിലുള്ള. ഇത്രയും ഏരിയയാണ് ഇവിടെ സ്റ്റുഡിയോയിലുള്ളത് കേട്ടോ. ഇവിടെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. കുഞ്ഞു ഉടുപ്പുകളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അവിടെ കാണുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. ലൈറ്റ് കുറവാണ് ഇവിടെ, എന്നാലും കുഴപ്പമില്ല. ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്.
അപ്പോൾ സ്റ്റുഡിയോ മൊത്തം ഞാൻ കവറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ.